സ്വാമി ശാശ്വതികാനന്ദയുടെ പോസ്റ്റ്മോർട്ടം നടന്ന മുറിയിൽ ഡോക്ടർ സോമനുമുണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷിയുടെ വെളിപ്പെടുത്തൽ. SNDP യോഗം മുൻ ഡയറക്ടർ ബോർഡ് അംഗം ചിത്തരഞ്ജനാണ് ഡോക്ടർ സോമന്റെ വാദങ്ങളെ തള്ളി രംഗത്തെത്തിയത്. അന്നത്തെ മുഖ്യമന്ത്രി A.K. ആന്റണിയും വെള്ളാപ്പള്ളിയും തമ്മിലുണ്ടായിരുന്ന അടുത്ത ബന്ധമാണ് സ്വാമിയുടെ ദുരൂഹ മരണത്തിൽ ശക്തമായ അന്വേഷണം നടക്കാതിരുന്നതിന് കാരണമെന്നും ചിത്തരഞ്ജൻ ആരോപിച്ചു. ശാശ്വതികാനന്ദയുടെ മരണവാർത്തയറിഞ്ഞ് 1 മണിക്കൂറിനുള്ളിൽ താൻ സംഭവസ്ഥലത്തെത്തി. അന്ന് അവിടെ കണ്ട ദുരൂഹതയുണർത്തുന്ന സംഭവങ്ങൾ ചിത്തരഞ്ജൻ ഇങ്ങനെ വിവരിച്ചു. മരണപ്പെട്ട സ്വാമിജി വളരെ തിടുക്കപ്പെട്ട പത്മാസനത്തിലിരുത്തിയുണ്ട്. ശിരോവസ്ത്രം മുഴുവൻ മൂടി, മുഖം മാത്രം, കണ്ണും മൂക്കും താടി മാത്രം കാണാവുന്ന രീതിയിലിരുത്തി. മറ്റ് ശരീരത്തിൽ എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊന്നും ആർക്കും അറിയാൻ പറ്റിയിരുന്നില്ല. നെറ്റിയിലെ മുറിവുണ്ടായിരുന്നു. ആ മുറിവ് പോലും കാണാൻ കഴിയാത്ത രീതിയിൽ ഒരു അറേഞ്ച്ഡ് ഡ്രസ്സിങ് നടത്തിയിരുന്നു. സ്വാമിയുടെ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഫോറൻസിക് സർജന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് അന്നത്തെ SNDP പ്രസിഡന്റ് വിദ്യാസാഗർ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടപ്പോൾ വെള്ളാപ്പള്ളി അതിനെ എതിർത്തുവെന്ന് ചിത്തരഞ്ജൻ പറഞ്ഞു. അദ്വൈതാശ്രമത്തിനു സമീപം പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ താൻ ആ മുറിയിൽ ഉണ്ടായിരുന്നില്ലെന്ന ഡോക്ടർ സോമന്റെ വാദം പച്ചക്കള്ളമാണെന്ന് ചിത്തരഞ്ജൻ പറഞ്ഞു. ഡോക്ടർ സോമൻ ചാനലിൽ പറഞ്ഞെന്ന് പറഞ്ഞു, ഇപ്പോഴത്തെ SNDP യോഗം പ്രസിഡന്റ്, എൻ്റെ സാന്നിധ്യത്തിലല്ല പോസ്റ്റ്മോർട്ടം നടന്നെന്ന്. വസ്തുതയല്ല അത്. ഒത്തിരി പേര് ഐ വിറ്റ്നസ് ഉണ്ട് അവിടെ. പോസ്റ്റ്മോർട്ടം ചെയ്തത് ആലുവ താലൂക്ക് ആശുപത്രിയിലെ ഒരു ലേഡി ഡോക്ടറാണ്. ഡോക്ടറെ അദ്വൈതാശ്രമത്തിൻ്റെ പുറകിൽ കെട്ടിയുണ്ടാക്കിയ താൽക്കാലിക ഷെഡിലേക്ക് ഈ ഡോക്ടർ സോമനാണ് ആനയിച്ച് കൊണ്ടുപോകുന്നത്. ഡോക്ടർ സോമനും പോസ്റ്റ്മോർട്ടം മുറിക്കകത്ത് കയറുന്നുണ്ട്. കയറി അതിനുശേഷം അപ്പോൾ ഇപ്പം എന്തിനാ എൻ്റെ സാന്നിധ്യത്തിലല്ല പോസ്റ്റ്മോർട്ടം നടത്തിയെന്നൊരു കള്ളം പറയുന്നതിനാ? അന്നത്തെ മുഖ്യമന്ത്രി A.K. ആന്റണിക്ക് വെള്ളാപ്പള്ളി നടേശനുമായി ഉണ്ടായിരുന്ന അടുത്ത ബന്ധം കാരണമാണ് സ്വാമിയുടെ മരണത്തിൽ ശക്തമായ ഒരു അന്വേഷണം നടക്കാതെ പോയതെന്നും ചിത്തരഞ്ജൻ വെളിപ്പെടുത്തി. സ്വാമിയുടെ സഹായിയായിരുന്ന സാബുവിനെ ശാശ്വതികാനന്ദ മരിച്ചയുടൻ തന്നെ സംഭവസ്ഥലത്ത് നിന്ന് മാറ്റിയെന്നും നുണപരിശോധനയ്ക്കെതിരെ ലക്ഷങ്ങൾ ചെലവഴിച്ച് സുപ്രീം കോടതിയെ സമീപിച്ച സാബുവിൻ്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്നും ചിത്തരഞ്ജൻ ആവശ്യപ്പെട്ടു. KM ഉമേഷ്, കൊച്ചി. ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഉമേഷ് ചേർന്നുണ്ട്. ഉമേഷ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സ്വാമി ശാശ്വതികാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന സാഹചര്യങ്ങളിലൊക്കെ ഒന്നുകൂടി വ്യക്തമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ശ്രീ ചിത്തരഞ്ജന്റെ വെളിപ്പെടുത്തലുകൾ വന്നിരിക്കുന്നത്. ഡോക്ടർ സോമന്റെ പോസ്റ്റ്മോർട്ടം മുറിയിലെ പ്രസൻസ് അടക്കം അത്തരത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ. സൗമ്യ, വളരെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ ചിത്തരഞ്ജൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 2002 സ്വാമി ശാശ്വതികാനന്ദ മരിച്ച വിവരം അറിഞ്ഞ ഉടൻ തന്നെ സംഭവസ്ഥലത്ത് എത്തിയ ഒരാളാണ് ചിത്തരഞ്ജൻ. അന്ന് നടന്ന സംഭവങ്ങളാണ് ചിത്തരഞ്ജൻ നമ്മോട് പറഞ്ഞത്. ദുരൂഹതയുണർത്തുന്ന സംഭവങ്ങളാണ് അന്ന് മുഴുവൻ ഉണ്ടായത് എന്നാണ് ചിത്തരഞ്ജൻ പറയുന്നത്. കാരണം 9 മണിക്ക് മരണവാർത്ത അറിഞ്ഞ ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ആലുവ അദ്വൈതാശ്രമത്തിൽ ചിത്തരഞ്ജൻ എത്തിയ ഉടൻ തന്നെ സ്വാമിയുടെ മൃതദേഹം ആലുവ പുഴയിൽ നിന്ന് എടുത്ത ഉടൻ തന്നെ സ്വാമിയെ പത്മാസനത്തിലിരുത്തുകയും മുഴുവനായി മൂടുകയും ചെയ്തു. അതായത് കണ്ണും മൂക്കും വായും മാത്രം പുറത്ത് കാണുന്ന രീതിയിൽ മുഴുവനായി മൂടി. ഈ സമയം സ്വാമിയുടെ ദേഹത്ത് മറ്റെവിടെയെങ്കിലും മുറിവുണ്ടോ എന്നത് അറിയാനാവാത്ത വിധം മറച്ചു വയ്ക്കുകയാണ് ചെയ്തത് എന്നാണ് ചിത്തരഞ്ജൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു അറേഞ്ച്ഡ് ഡ്രസ്സിങ് അവിടെ നടത്തി എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച ആ വാക്ക്. അന്ന് തന്നെ ഇതിൽ വലിയ ദുരൂഹത തോന്നുകയും ഇതിലൊരു സൂപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്ന ഒരു വാദമാണ് അന്ന് SNDP യോഗത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും പറഞ്ഞത്. പ്രത്യേകിച്ച് SNDP യോഗം അന്നത്തെ പ്രസിഡന്റായിരുന്ന വിദ്യാസാഗർ ഉൾപ്പെടെയുള്ളവർ ഇതിൽ വിശദമായ ഒരു പോസ്റ്റ്മോർട്ടം നടത്തണം. അന്ന് അവർ ഉന്നയിച്ചത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഫോറൻസിക് സർജൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഒരു പോലീസ് സർജൻ്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് അന്ന് ആവശ്യപ്പെട്ടത്. എന്നാൽ അന്ന് സ്ഥലത്തെത്തിയിരുന്ന വെള്ളാപ്പള്ളി ഇതിനെതിരായ ഒരു നിലപാടാണ് എടുത്തത്. വെള്ളാപ്പള്ളി പറഞ്ഞത്, ഈ ഒരു കാര്യം മുന്നോട്ട് വെച്ചപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞത്, വിലാപയാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നിർത്താൻ പറ്റില്ല എന്ന ശക്തമായൊരു വാദമാണ് വെള്ളാപ്പള്ളി വെച്ചത്. അന്ന് വെള്ളാപ്പള്ളി അത് പറയുമ്പോൾ അതിലൊരു ദുരൂഹതയുണ്ടായിരുന്നു എന്ന് അന്നേ തോന്നി. ഇപ്പോൾ അത് കൂടുതൽ വ്യക്തമായിരിക്കുന്നു എന്നാണ് ചിത്തരഞ്ജൻ പറഞ്ഞത്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോഴത്തെ SNDP യോഗത്തിൻ്റെ പ്രസിഡന്റായ ഡോക്ടർ സോമൻ അന്ന് പറഞ്ഞത്
താൻ ഈ ശാശ്വതീകാനന്ദ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ അതിൽ ദൃക്സാക്ഷിയായ ചിത്തരഞ്ജൻ പറയുന്നു ഡോക്ടർ സോമൻ ആ മുറിയിൽ ഉണ്ടായിരുന്നു എന്ന് വളരെ ഉറപ്പിച്ച് തന്നെ ചിത്തരഞ്ജൻ പറയുന്നു. മാത്രമല്ല അന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയത് അദ്വൈതാശ്രമത്തിന് സമീപം തന്നെ ആണ് ഇതിൻ്റെ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം നടന്നത്. ഒരു വനിതാ ഡോക്ടറാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഈ വനിതാ ഡോക്ടറെ കൊണ്ടുവന്നത് ഡോക്ടർ സോമനാണ്. എന്നിട്ട് ഇവരെല്ലാം ചേർന്നാണ് ഈ വനിതാ ഡോക്ടർ ഈ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ആ മുറിയിൽ സോമൻ ഉണ്ടായിരുന്നത് തൻ്റെ 2 കണ്ണുകൊണ്ട് താൻ കണ്ടതാണ് എന്ന് ഉറപ്പിച്ച് തന്നെ ദൃക്സാക്ഷിയായ ചിത്തരഞ്ജൻ പറയുന്നു. മറ്റൊരു കാര്യം, അന്ന് ഇതിൽ ശക്തമായൊരു അന്വേഷണം നടന്നില്ല. അതിനൊരു കാരണമായി ചിത്തരഞ്ജൻ പറയുന്നത്, അല്ലെങ്കിൽ ചിത്തരഞ്ജൻ മനസ്സിലാക്കുന്നത്, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന AK ആൻ്റണിക്ക് വളരെ അടുത്ത ബന്ധമായിരുന്നു വെള്ളാപ്പള്ളി നടേശനുമായി ഉണ്ടായിരുന്നത്. ഈ ഒരു അടുത്ത ബന്ധം കാരണം വെള്ളാപ്പള്ളിയുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഒന്നും തന്നെ അന്നത്തെ മുഖ്യമന്ത്രി ചെയ്യില്ല ആണ് ചിത്തരഞ്ജൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അന്ന് തന്നെ നിരവധി പേർ ഇതിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം നടക്കണമെന്നും നിരവധി പേർ ആവശ്യപ്പെട്ടിട്ടും ശക്തമായ ഒരു അന്വേഷണം നടക്കാതെ പോയത് ഇവർ തമ്മിലുള്ള ഈ അടുത്ത ബന്ധമായിരുന്നു എന്നാണ് ചിത്തരഞ്ജൻ പറഞ്ഞത്. മാത്രമല്ല ശിവഗിരി മഠവുമായും AK ആൻ്റണിക്ക് ചെറിയ തരത്തിൽ അവർ തമ്മിലും ഒരു ഉരസൽ ഉണ്ടായിരുന്നു. കാരണം അന്ന് ശിവഗിരി മഠത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും 2 വിഭാഗമായി തിരികുകയും പിന്നീട് ഒരു വിഭാഗത്തിന് അനുകൂലമായി വിധി വരികയും അന്ന് ശാശ്വതീകാനന്ദക്കെതിരായിരുന്നു വിധി വന്നത്. എന്നാൽ ആ കോടതി വിധി നടപ്പാക്കാൻ വേണ്ടി AK ആൻ്റണി വളരെ പോലീസ് ഫോഴ്സ് ഉപയോഗിച്ച് അന്ന് ആ വിധി നടപ്പാക്കുകയാണ് ഉണ്ടായത്. അന്ന് തന്നെ ശാശ്വതീകാനന്ദയുമായി ചെറിയ തരത്തിലുള്ള ഒരു വിരോധം AK ആൻ്റണിക്ക് ഉണ്ടായിരുന്നു. ഇതെല്ലാം ആയിരിക്കാം ഇത്തരത്തിൽ അന്ന് ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായൊരു അന്വേഷണം അല്ലെങ്കിൽ ശക്തമായൊരു അന്വേഷണം ഉണ്ടാകാതിരിക്കാൻ ഇതും ഒരു കാരണമായതായും ചിത്തരഞ്ജൻ പറയുന്നു. ചിത്തരഞ്ജൻ അന്നത്തെ ഡയറക്ടർ ബോർഡ് അംഗവും കോതമംഗലം താലൂക്ക് യൂണിയൻ സെക്രട്ടറിയുമായിരുന്നു ചിത്തരഞ്ജൻ. അന്ന് ദൃക്സാക്ഷിയായ ചിത്തരഞ്ജനാണ് ഇക്കാര്യങ്ങളെല്ലാം വളരെ ആണയിട്ട് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. സൗമ്യ, അതായത് ഉമേഷ്, നേരത്തെ മുതൽക്കേ തന്നെ ഉയർന്നു വന്ന ആരോപണം ഇപ്പോൾ 13 വർഷമായി സ്വാമിയുടെ മരണം നടന്നിട്ട് അതിനുശേഷം ഇത്ര വലിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ ഭരണതലത്തിൽ നിന്ന് ലഭിച്ച ഒരു സപ്പോർട്ട്, പ്രത്യേകിച്ച് ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ലഭിച്ച ഒരു സപ്പോർട്ടും മഠത്തിൽ നിന്ന് ലഭിച്ച ചില സപ്പോർട്ട്, വെള്ളാപ്പള്ളിക്ക് അടക്കം അവിടുന്ന് രേഖകൾ അടക്കം മാറ്റുന്നതിന് അടക്കം ലഭിച്ചിരുന്ന ഒരു സപ്പോർട്ട്, അത്തരം കാര്യങ്ങളൊക്കെ കൂടി അടിവരയിട്ട് പറയുന്നുണ്ടോ ചിത്തരഞ്ജൻ? തീർച്ചയായും അതുതന്നെയാണ് പറയുന്നത്. ഈ സംഭവം നടന്ന 1 മണിക്കൂറിൽ തന്നെ സ്ഥലത്തെത്തിയ ആളാണ് ചിത്തരഞ്ജൻ. വളരെ ദുരൂഹമായിരുന്നു അന്നുണ്ടായിരുന്ന മുഴുവൻ സംഭവങ്ങളും എന്നാണ്. ഇത്തരത്തിൽ ഇത് നടന്ന് ദുരൂഹതയുണ്ടെന്ന് ഈ മഠത്തിലുണ്ടായിരുന്ന സ്വാമിമാർക്ക് വരെ സംശയം ഉണ്ടായിരുന്നിട്ടും ഇതിൽ ശക്തമായ അന്വേഷണം നടക്കാതിരിക്കാൻ കാരണം ഭരണതലത്തിലുള്ള വെള്ളാപ്പള്ളി നടേശൻ്റെ അടുത്ത ബന്ധം തന്നെയാണ് എന്നാണ് ചിത്തരഞ്ജൻ ആണയിട്ട് വ്യക്തമാക്കുന്നത്. അതിനുദാഹരണമായി പറയുന്നത് വെള്ളാപ്പള്ളിയും AK ആൻ്റണിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. വെള്ളാപ്പള്ളിയുടെ താല്പര്യത്തിന് വിരുദ്ധമായി AK ആൻ്റണി ഒന്നും ചെയ്യാൻ തയ്യാറായിരുന്നില്ല. മാത്രമല്ല ഇത്തരത്തിൽ സ്വാമിയുടെ മരണം ഇനി വിവാദമാക്കരുത് എന്നൊരു പ്രസ്താവന വെള്ളാപ്പള്ളി അന്ന് നടത്തിയെന്നതും ദുരൂഹതയുണർത്തുന്നു എന്ന് ചിത്തരഞ്ജൻ പറയുന്നു. കാരണം സ്വാമിയുടെ മരണം അറിഞ്ഞ മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ അവിടെ എത്തിയിരുന്നു. അന്ന് മാധ്യമപ്രവർത്തകരെ കണ്ട വെള്ളാപ്പള്ളി അദ്ദേഹത്തെ ഇനി വേട്ടയാടരുത്, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷമെങ്കിലും വിവാദങ്ങൾ ഒഴിവാക്കണം എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. ഇതിലൊരു ദുരൂഹതയുണ്ട് എന്നാണ് ചിത്തരഞ്ജൻ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം അന്ന് തന്നെ ഇത് വിവാദമാക്കാൻ വെള്ളാപ്പള്ളി ആഗ്രഹിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഇതിലെ ദുരൂഹത പുറത്ത് വരരുത് എന്ന ശക്തമായ ഒരു വാശി വെള്ളാപ്പള്ളിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രതികരണം വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. മാത്രമല്ല വിലാപയാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നിർത്താൻ കഴിയില്ല എന്നതാണ് അന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് എതിരായി വെള്ളാപ്പള്ളി ഉന്നയിച്ച വാദം. ഇത്തരത്തിൽ അന്ന് നടന്ന ഓരോ സംഭവങ്ങളും ദുരൂഹത ഉണർത്തുന്നതാണ്. അതിന് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന AK ആൻ്റണി വെള്ളാപ്പള്ളിയുടെ താല്പര്യത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യാത്തതും എല്ലാം കൂടി വായിക്കുമ്പോൾ എല്ലാം ദുരൂഹതയാണ്. ഈ 13 വർഷത്തിന് ശേഷവും ആ ദുരൂഹത തുടരുന്നു. ശക്തമായ അന്വേഷണം തന്നെയാണ് നടക്കേണ്ടത് എന്നാണ് ചിത്തരഞ്ജൻ പറയുന്നത്. ഒപ്പം മറ്റൊരു കാര്യം കൂടി പറഞ്ഞത്, അന്ന് സ്വാമിയുടെ സഹായിയായിരുന്ന സാബുവിനെ സ്വാമിയുടെ മരണം നടന്ന അല്പസമയത്തിനകം തന്നെ അവിടെ നിന്ന് കാണാതായി എന്ന പ്രധാനപ്പെട്ട ഒരു വാദവും ചിത്തരഞ്ജൻ പറയുന്നുണ്ട്. എപ്പോഴും സ്വാമിയുടെ കൂടെ ഉണ്ടായിരുന്ന സ്വാമിയുടെ മരണമറിഞ്ഞ് അല്പസമയത്തിനകം തന്നെ അരമണിക്കൂറിനുള്ളിൽ തന്നെ സാബുവിനെ അവിടെ നിന്നും വർക്കലയ്ക്ക് പറഞ്ഞയച്ചു എന്നും ചിത്തരഞ്ജൻ പറയുന്നു. സ്വാഭാവികമായും വിലാപയാത്രയായി പോകുമ്പോൾ സാബുവിനെയും ഒപ്പം കൊണ്ടുപോകാവുന്നതാണ്. എന്നാൽ അതിനൊന്നും നിൽക്കാതെ തന്നെ കൂടുതൽ ആളുകൾ ഈ വാർത്ത അറിഞ്ഞ് എത്തിച്ചേരുന്നു
എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ സാബുവിനെ അവിടെ നിന്നും വർക്കലയിലേക്ക് പറഞ്ഞയച്ചു. മാത്രമല്ല, ഇപ്പോൾ സാബുവിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കണമെന്ന് പറയുമ്പോൾ സാബു ഇതിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുന്നു. സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ പോകുമ്പോൾ നമുക്കറിയാം ലക്ഷങ്ങൾ ചെലവ് വരും. ഈ തുക സാബുവിന് എവിടെ നിന്നുണ്ടായി, അപ്പോൾ സാബുവിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് അന്വേഷിക്കണം എന്നൊരാവശ്യം കൂടി ചിത്തരഞ്ജൻ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നു. സൗമ്യ, അവിടെ ഉമേഷ്, ഇവിടെ സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ വലിയ കള്ളക്കളി നടന്നിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ശരിയായ രീതിയിലല്ല നടന്ന എന്ന തരത്തിലൊക്കെയുള്ള ആരോപണമുണ്ട്. അവിടെ ഉണ്ടായിരുന്നൊരു ന്യായീകരണം, അവിടെ ഒരുപക്ഷെ ഇപ്പോൾ ചിത്തരഞ്ജൻ്റെ ഒരു വെളിപ്പെടുത്തൽ വന്നിട്ടുള്ളത് ഡോക്ടർ സോമനും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. ഡോക്ടർ സോമൻ്റെ കാര്യത്തിലും എന്തൊക്കെയോ ഒളിച്ചു വെക്കാനുണ്ട് എന്ന തരത്തിലല്ലേ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യവും അതിനെ തള്ളിക്കളയുന്ന രീതിയിലുള്ള ചില വിമർശനങ്ങളും വരുന്നത്? തീർച്ചയായും ഡോക്ടർ സോമൻ്റെ വാദങ്ങൾ തീർത്തും തള്ളിക്കൊണ്ട് തന്നെയാണ് ചിത്തരഞ്ജൻ പറഞ്ഞത്. കാരണം ദൃക്സാക്ഷിയായ ഒരാൾ ഇക്കാര്യം വിവരിക്കുമ്പോൾ അത് വിശ്വസിക്കാതിരിക്കാൻ തരമില്ല എന്ന് തന്നെ വരും. കാരണം ഡോക്ടർ സോമനാണ്, ഒരു വനിതാ ഡോക്ടറാണ് സ്വാമി ശാശ്വതീകാനന്ദയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഈ വനിതാ ഡോക്ടറെ കൊണ്ടുവന്നത് തന്നെ സോമനാണ്. വനിതാ ഡോക്ടറെ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം മുറിയിലേക്ക് കയറ്റുമ്പോൾ സോമനും ഒപ്പം കയറി എന്ന് തന്നെയാണ് ചിത്തരഞ്ജൻ പറയുന്നത്. ഇത് നേരിട്ട് കണ്ട ആൾ എന്ന നിലയ്ക്ക് ചിത്തരഞ്ജൻ മാത്രമല്ല നിരവധി പേർ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ ഈ കാഴ്ച കണ്ടതാണ്. അത്തരത്തിൽ ഡോക്ടർ സോമനും ആ മുറിയിൽ ഉണ്ടായിരുന്നു എന്ന തീർത്തും പറയുകയാണ് ചിത്തരഞ്ജൻ. സോമൻ്റെ വാദങ്ങൾ തീർത്തും കള്ളമാണ് എന്ന് തന്നെയാണ് ചിത്തരഞ്ജൻ ഉറപ്പിച്ചു പറയുന്നത്. ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട വളരെ ചില സുപ്രധാനമായ വെളിപ്പെടുത്തലുകളും കൂടി പുറത്തു വന്നിരിക്കുകയാണ്. SNDP യോഗം മുൻ ഡയറക്ടർ ബോർഡ് അംഗം ചിത്തരഞ്ജനാണ് ചില വെളിപ്പെടുത്തലുകൾ സ്വാമിയുടെ മരണത്തിന് ശേഷമുണ്ടായ സാഹചര്യങ്ങളിലുമൊക്കെ ബന്ധപ്പെടുത്തി പറയുന്നത്.